ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്ന 4 തരത്തിലുള്ള പ്രത്യേക ശുശ്രൂഷകൾ എന്നതിനെ പറ്റിയാണ്. ദ പ്രസന്റ് ഡേ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു എന്ന് നമുക്കറിയാം. എങ്കിലും യേശു ഇന്നും നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ ഭൂമിയിൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മോടൊപ്പം ജീവിക്കുന്നു. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യുഗാന്ത്യം വരെ, അതായത് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണിത്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ച് പോകത്തില്ല. പരിശുദ്ധാത്മാവിലൂടെയാണ് അവിടെ നിന്ന് പ്രപഞ്ചം മുഴുവൻ നിറയുന്നത്. ഇസ്രായേലിൽ 33.5 വർഷം ഒരു മനുഷ്യനായി ജീവിച്ച യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആത്മാവായി മാറുകയാണ്. ആത്മാവായി മാറിയ യേശു പ്രപഞ്ചം മുഴുവൻ നിറയുന്നു. ഈ ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, യേശുവെ എന്ന് വിളിച്ചാലും അവൻ്റെ സാന്നിധ്യം കിട്ടുന്നു. ചന്ദ്രനിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ സാന്നിധ്യം അവിടെ കടന്നു വരുന്നു. ഒന്നാമത്തെ ശുശ്രൂഷ, കർത്താവ് നമ്മുടെ ഇടയനാണ്. 23-ാം സങ്കീർത്തനം നമുക്കെല്ലാം സുപരിചിതമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് തുടങ്ങുന്ന മനോഹരമായ ഇടയ സങ്കീർത്തനം. പ്രിയപ്പെട്ടവരെ, 22-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ കാണിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, ശത്രുക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു, കാളക്കൂറ്റന്മാർ എനിക്ക് ചുറ്റും നിൽക്കുന്നു, എൻ്റെ അസ്ഥികളെല്ലാം തകർന്നിരിക്കുന്നു. അതെ, 22-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദ് പ്രവചനത്തിൻ്റെ ആത്മാവിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം ദർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. അപ്പം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 22-ാം സങ്കീർത്തനത്തിൽ അല്ല. ഇനി 24-ാം സങ്കീർത്തനം യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റിയാണ് പറയുന്നത്. മഹത്വപൂർണനായി തേജസ്സോടുകൂടി മാലാഖമാരുടെ അകമ്പടിയോടുകൂടി കാഹളനാദത്തിൻ്റെ ധ്വനി മുഴങ്ങുന്ന സമയത്ത് യേശു ക്രിസ്തു 2ാമത് രാജാവായി വരുന്നതിനെ പറ്റിയാണ് 24-ാമത്തെ സങ്കീർത്തനത്തിൽ. അവിടെ ഇങ്ങനെ നമ്മൾ പറയുന്നു, കവാടങ്ങളെ കാണുക, മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. അപ്പോൾ അതും ദാവീദ് കണ്ടു. ദാവീദ് പ്രവാചകനായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ 2ാമത്തെ വരവിനെയും ദാവീദ് ദർശിച്ചു. ഈ 2 സങ്കീർത്തനങ്ങളുടെയും ഇടയ്ക്കുള്ള 23-ാം സങ്കീർത്തനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിൻ്റെ 2ാമത്തെ വരവായിട്ടില്ല. യേശുവിൻ്റെ കുരിശുമരണമാകട്ടെ കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ 23-ാം സങ്കീർത്തനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പറയുന്ന ആ മനോഹരമായ ഇടയ സങ്കീർത്തനം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ആടുകളുടെ വലിയ ഇടയനായ യേശു. യേശുവിനെ വിളിച്ചിരിക്കുന്നത് ആടുകളുടെ വലിയ ഇടയനാണ്. ആടുകളായ നമുക്ക് ഒരു ഇടയനെ ആവശ്യമുണ്ട്. കാരണം പലപ്പോഴും ആടുകളായ നമ്മൾ റിബല്യസ് ആണ്, അതായത് മറുതലിച്ചു പോകുന്നവരാണ്, ദൈവം പറഞ്ഞിരിക്കുന്ന ട്രാക്കിലൂടെ പോകാത്തവരാണ്. നമ്മളെ അങ്ങനെ തന്നെ അഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ നാം ആകുന്ന ആടുകൾ പല വഴിക്ക് ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. കള്ളന്മാർ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ആടുകളെ കള്ളന്മാർ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. ആടുകൾ നശിച്ചു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഒരു ഇടയൻ ആടുകൾക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാനാണ് നല്ല ഇടയൻ, എൻ്റെ ആടുകളെ ഞാൻ പേര് ചൊല്ലി വിളിക്കുന്നു, അവ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. എൻ്റെ ആടുകളെ എനിക്ക് തന്ന പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ്. എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് എൻ്റെ ആടുകളെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കും സാധ്യമല്ല. ഇടയനാകുന്ന യേശു 3 കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. ഒന്ന്, ഇടയനാകുന്ന യേശു ആടുകളാകുന്ന നമ്മളെ നയിക്കുന്നു.
2, ഇടയനായ യേശു ആടുകളായ നമ്മെ സംരക്ഷിക്കുന്നു. 3, ഇടയനായ കർത്താവ് ആടുകളായ നമ്മെ തീറ്റിപ്പോറ്റുന്നു. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഇടയനെന്നുള്ള നിലയിൽ യേശു നമുക്ക് വേണ്ടി ചെയ്തു തരികയാണ്. അതിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ നിന്ന് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ നയിക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ പോകുമ്പോഴും അവിടെ നിന്ന് എന്നെ കൈവിട്ട് കളയുന്നില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ടും ഈ ആടുകൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് സഞ്ചരിക്കുകയാണ്. അവിടെ നിന്ന് അഭിഷേകം നൽകി വേദനയുടെ നിമിഷങ്ങളിൽ ബലപ്പെടുത്തുകയാണ്. അപ്പോൾ നയിക്കുന്ന ഒരു ഇടയൻ, വഴിതെറ്റിപ്പോകാതെ സ്വർഗത്തിലെ പിതാവിൻ്റെ പക്കൽ നമ്മളെ എത്തിക്കുന്നത് വരെ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടയൻ. ജീവിത പന്താവിൽ വഴിതെറ്റി നാം മുറിവുകൾ ഏറ്റുവാങ്ങി വിങ്ങുമ്പോൾ, പിടയുമ്പോൾ നമ്മെ ഉപേക്ഷിച്ച് കളയാതെ ആ കുടുങ്ങിക്കിടക്കുന്ന മുൾപ്പടർപ്പിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് വീണ്ടും നമ്മളെ തോളിലെടുത്തുകൊണ്ട് നയിക്കുന്ന ദൈവം. നടക്കുവാൻ സാധിക്കാതെ മുറിവുകളേറ്റ് ആടുകൾ തകർന്നു പോകുമ്പോൾ അങ്ങനെയുള്ള ആടുകളെ തോളിലെടുത്തുകൊണ്ട് നയിക്കും എന്ന് പറഞ്ഞവൻ. പ്രിയപ്പെട്ടവരെ, യേശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അതേ പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന യേശുവിൻ്റെ മൃദുലസ്വരം നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ടോ? ആ മൃദുലമായ ശബ്ദത്തിന് ഞാനും നിങ്ങളും നമ്മുടെ ആന്തരിക കാതുകൾ തുറന്നു കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതെ, യേശു നമ്മളെ നയിക്കുന്നു. രണ്ടാമതായി, ഇടയനാകുന്ന കർത്താവ് നമ്മളെ സംരക്ഷിക്കുകയാണ്. 91-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമാണ്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം ഒരു കോട്ട പോലെ നമ്മളെ സംരക്ഷിക്കുന്നു. പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. പ്രലോഭനത്തിൻ്റെ കൊടുങ്കാറ്റുമായി സാത്താൻ ആഞ്ഞടിക്കുമ്പോൾ ഒരു വലിയ പരിചയമായി യേശു നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു, നമ്മളെ സംരക്ഷിക്കുന്നു. ഇതിൻ്റെ ഒരു വലിയ അടയാളം അല്ലെങ്കിൽ നിഴൽ നമ്മൾ കാണുന്നത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇടയനായ ദാവീദിൻ്റെ ജീവിതത്തിലാണ്. ദാവീദ് ഇടയനായി നടക്കുന്നത് യേശു ക്രിസ്തുവിനെ തന്നെയാണ് കാണിക്കുന്നത്. പുതിയ നിയമത്തിൽ ആടുകളായ നമ്മെ മനോഹരമായി വഴി നടത്തി സംരക്ഷിക്കുന്ന ഇടയനെയാണ് ദാവീദ് അവിടെ അവതരിപ്പിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ, തിന്നുകളയാൻ കരടിയും കടുവായും പുലിയും സിംഹവുമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് സ്വന്തം ജീവനെ പോലും അവഗണിച്ചുകൊണ്ട്, അതിനെപ്പോലും വിലയുള്ളതായി കണക്കാക്കാതെ ആടുകൾക്ക് വേണ്ടി പൊരുതുന്ന ദാവീദിനെ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് ഇപ്രകാരം സാമുവേലിനോട് പറയുന്നുണ്ട്, അടിയന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഈ അഭിഷേക നിമിത്തം അടിയൻ ആടുകളെ കൊല്ലാൻ വരുന്ന സിംഹങ്ങളെ വലിച്ചു കീറിയിട്ടുണ്ട്. ഞാൻ പുലികളെ കൊന്നിട്ടുണ്ട്. ഞാൻ കടുവായും കരടിയും വലിച്ചു കീറിയിട്ടുണ്ട്. എൻ്റെ ആടുകളെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവം ഒരു സംരക്ഷണം തരുന്നുണ്ട്. നമ്മുടെ യാത്രകളിൽ ഒരു സംരക്ഷണം തരുന്നുണ്ട്. അതനുഭവിക്കാൻ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണോ? ദൈവത്തിൻ്റെ പക്ഷത്താണോ ഞാനും നിങ്ങൾ നിൽക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ മേൽ ഒരു സംരക്ഷണ കോട്ടയായി കടന്നു വരുമ്പോൾ ആ രക്തം വന്ന് വീഴുന്ന ഭാഗത്ത് ആത്മീയ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നുണ്ടോ? അതോ ആദത്തോട് ചോദിച്ച ചോദ്യം ദൈവത്തിന് നമ്മോട് ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ആദം, നീ എവിടെയാണ്? ഞാൻ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്താണോ നീ നിന്നത്? അല്ലല്ലോ, നീ എന്താ സ്ഥലം മാറി നിൽക്കുന്നത്? എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല ആദം, നീ എന്താ സ്ഥാനം മാറിക്കളഞ്ഞത്? ഈ ഒരു ചോദ്യം ദൈവം ഇന്ന് നമ്മോട് ചോദിക്കാൻ ഇടയാകാതിരിക്കട്ടെ. കർത്താവിൻ്റെ സംരക്ഷണം കടന്നു വരുമ്പോൾ കർത്താവ് ആഗ്രഹിച്ച ആത്മീയ സ്ഥലത്ത് തന്നെ ഞാനും നിങ്ങളും നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേലിനെ തകർത്ത് കളയാൻ വന്നപ്പോൾ ദാവീദ് തന്നെയാണ് ഒരു സംരക്ഷണമായി എഴുന്നേറ്റു വരുന്നത്. 5 കല്ലുകൾ എടുത്തുകൊണ്ടുപോയി ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ തകർത്ത് കളയുന്ന ദാവീദ് യേശു ക്രിസ്തുവിൻ്റെ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ നിഴലാന്ന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് സംരക്ഷിക്കുന്ന ദൈവമാണ്. അവിടെ നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ സമസ്ത മേഖലകളിലും സഹനമുണ്ടാകത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിൻ്റെ ഇടയിലൂടെ കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. മൂന്നാമതായി, ഇടയൻ നമ്മളെ പോറ്റുന്നവനാണ്. ആടുകൾക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ എവിടെയാണ് നല്ല ഭക്ഷണമെന്ന് കണ്ടെത്തി ആ ആടുകൾക്ക് തീറ്റി കൊടുക്കുന്നവനാണ് ദൈവം. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു,
വെള്ളം കൊടുക്കാൻ ജലാശയത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഭാരപ്പെടുമ്പോൾ, നാം തകർന്നു പോകുമ്പോൾ നമ്മെ പോറ്റുന്നവനാണ് അവിടുന്ന്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് പറഞ്ഞു, ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് മോർ അബൻഡന്റ്ലി. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. യേശുവാകുന്ന ഇടയൻ ആടുകളാകുന്ന നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം ശരീരം തന്നു, സ്വന്തം രക്തം തന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് ജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് വില കുറഞ്ഞ ഭക്ഷണമല്ല തരുന്നത്, പിന്നെയോ ഏറ്റവും അമൂല്യമായ, മാലാഖമാർ അത്ഭുതപ്പെട്ടു പോകുന്ന യേശു ക്രിസ്തുവിനെ തന്നെ അവിടെ നിന്ന് സ്വയം നമുക്ക് ദാനമായി നൽകുകയാണ്. എന്നെ ഭക്ഷിക്കുക, എന്നെ പാനം ചെയ്യുക. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്നത് പോലെ അമ്മയുടെ ശരീരത്തിലെ രക്തമാണ് മുലപ്പാലായി മാറുന്നത്. ആ മുലപ്പാൽ കുടിച്ച് കുഞ്ഞ് വളരുന്നത് പോലെ യേശു നമുക്ക് അവിടുത്തെ ശരീര രക്തങ്ങൾ തന്നുകൊണ്ട് പറയുകയാണ്, എന്നെ ഭക്ഷിക്കുക, എന്നെ പാനം ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വളരുക. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ പോറ്റുന്നവനായ ഒരു ദൈവം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ 2-ാമത്തെ ശുശ്രൂഷയാണ്. യേശുവിൻ്റെ 2-ാമത്തെ ശുശ്രൂഷ പ്രധാന പുരോഹിതന്റെ ശുശ്രൂഷയാണ്. അതായത് പഴയ നിയമത്തിൽ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക്, എന്തിന് സാധാരണ പുരോഹിതന്മാർക്ക് പോലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധ്യമല്ലായിരുന്നു. എവിടെയോ നിന്നുകൊണ്ട് ദൈവമേ എന്ന് വിളിക്കാനും ദൈവത്തെ അനുഭവിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുമേ അന്ന് സാധിച്ചിരുന്നുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ പ്രധാന പുരോഹിതൻ ആടിൻ്റെ രക്തവുമായി ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ തിരശീല കീറി അതിൻ്റെ അകത്ത് പ്രവേശിക്കുമായിരുന്നു. ആ കേട്ടൺ, ആ തിരശീല, അതിൻ്റെ ഉള്ളിൽ അതാ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു. കെരൂബുകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രം, പ്രധാന പുരോഹിതന് മാത്രം. വേറെ ആർക്കും അന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കാനോ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാനോ സാധിച്ചിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടുകൂടി ആ തിരശീലയാണ് ദൈവം 2ആയിട്ട് കീറിക്കളഞ്ഞത്. മുകൾ മുതൽ താഴെ വരെ 2ആയിട്ട് കീറി ദൈവം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ആരാണ് നമ്മുടെ പ്രധാന പുരോഹിതൻ? അന്നത്തെ പ്രധാന പുരോഹിതൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ നിഴലാണ്, യേശുവിനെ കാണിക്കുന്ന ഒരു അടയാളമാണ്. ഇന്ന് നമ്മുടെ പ്രധാന പുരോഹിതൻ ആരാണെന്ന് ചോദിച്ചാൽ അത് യേശുവാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്കുള്ളതിനാൽ നമുക്ക് ഉറപ്പുള്ള ഹൃദയത്തോടെ കടന്നു ചെല്ലാം. ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എങ്കിലും എല്ലാ വിധത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപയും കിട്ടുന്നതിന് വേണ്ടി കൃപയുടെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്കൊരു പ്രധാന പുരോഹിതനുണ്ട്, അവൻ കരുണയുള്ളവനാണ്. വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. ഹെബ്രായലേഖനം 4:15 പറയാണ്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ യേശുവിൻ്റെ ശരീരമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും കൂടെ കയറി ചെല്ലുകയാണ്. കാരണം നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് യേശു ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നത് പോലെ തന്നെയാണ്. യേശു അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിക്ക് കടന്നു ചെല്ലുവാനും പ്രധാന പുരോഹിതന് മാത്രം പഴയ നിയമ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ സാധിച്ചിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം 24 മണിക്കൂറും പുതിയ നിയമത്തിൽ അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം, മഹാഭാഗ്യം ദൈവം നമുക്ക് നൽകുകയാണ്. We can live in the presence of Almighty God. സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ 24 മണിക്കൂറും, ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല, കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ മാത്രമല്ല, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, 24 hours a day, 24 മണിക്കൂറും
ദൈവത്തിൻ്റെ കൂടെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുവാനുള്ള ഭാഗ്യം തരുന്ന പ്രധാന പുരോഹിതന്റെ ശുശ്രൂഷ യേശു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചെയ്തു തരികയാണ്. 1 തിമോത്തി 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായി നൽകി. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും ആ ദൈവത്തെ രുചിച്ചറിയാനും ഒരൊറ്റ മാർഗമേ ഉള്ളൂ, മനുഷ്യനായി മാറിയ യേശുക്രിസ്തു. വചനം മനുഷ്യനായി മാറി, വചനം മാംസമായി മാറി. ആ യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു. ദൈവത്തെ നമുക്ക് രുചിച്ചറിയാനും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനും നമുക്ക് സാധിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ പ്രധാന പുരോഹിതൻ എന്താ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? പാപത്തിൽ വീഴാതിരിക്കാനുള്ള കൃപ നമുക്ക് തരുന്നു. ഇനി അഥവാ കൃപയിൽ നിന്ന് നമ്മൾ മാറി പാപത്തിലേക്ക് വീണാലോ അവിടെ നിന്ന് പൊക്കിയെടുത്ത് കഴുകി ശുദ്ധീകരിക്കാൻ അവൻ്റെ രക്തം നമ്മുടെ മേൽ ഒഴിക്കുന്നു. പാപത്തിൽ വീണ് കിടക്കുന്ന വ്യക്തിയുടെ മേൽ യേശു അവിടുത്തെ രക്തം നൽകുന്നു, നമ്മെ കഴുകുന്നു. എന്നാൽ കഴുകപ്പെട്ട വ്യക്തി പാപത്തിൽ വീഴാതിരിക്കാൻ അവിടുന്ന് തൻ്റെ കൃപ തരുന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനെ നൽകുന്നു. അതെ, യേശു നമ്മുടെ പ്രധാന പുരോഹിതനാണ്. 3-ാമത്തെ ശുശ്രൂഷ, യേശു ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അഡ്വക്കേറ്റാണ്, നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. നമ്മൾ തകർന്നു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ ദൈവസന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തോടൊപ്പം മുന്നോട്ട് പോകുന്ന ജീവിതയാത്രയിൽ ആരെങ്കിലും കാലുതെറ്റി താഴെ വീണാൽ, കൊടിയ പാപത്തിലായിക്കോട്ടെ വീണു പോയാൽ, ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, തകർന്നു പോകണ്ട. അതാ നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരാളുണ്ട്. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, നമുക്കൊരു മധ്യസ്ഥനുണ്ട്, യേശു ക്രിസ്തു. നമുക്കറിയാം, വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ സാത്താനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. രാവും പകലും ദൈവസന്നിധിയിൽ നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുന്നവൻ, നമ്മെ ദുഷിച്ച് സംസാരിക്കുന്നവൻ, നമ്മുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് സാത്താനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രസംഗിക്കുന്ന എന്നെക്കുറിച്ച് സാത്താൻ ദൈവത്തിനടുത്ത് എന്നിട്ട് പറയുകയാണ്, ഈ ജോൺ എന്ന് പറയുന്നവൻ ആ പാപം ചെയ്തു, ഈ പാപം ചെയ്തു, നീ കാണുന്നില്ലേ? അവൻ യേശുവേ എന്ന് വിളിക്കുന്നു, പക്ഷെ അവൻ ഇന്നലെ ആ പാപം ചെയ്തു, അവൻ ഇന്ന് രാവിലെ ഈ പാപം ചെയ്തു. ഇങ്ങനെ രാവും പകലും ദൈവമക്കളുടെ കുറ്റം ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നിട്ട് അവരെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാത്താനിൽ നിന്നും, അവൻ്റെ അപവാദത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു പിതാവിൻ്റെ പക്കൽ ഇരുന്നു കൊണ്ട് പറയുന്നു, പിതാവേ, ഈ ജോണിന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, ഈ തോമസിന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. അതുകൊണ്ട് ജോണിൻ്റെ പാപങ്ങൾക്ക് അവനെ ശിക്ഷിക്കരുത്, കാരണം ഞാൻ ആ ശിക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ഒരു വലിയ ശുശ്രൂഷ യേശു ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മൾ പാപത്തിൽ വീണ് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. എത്ര ശ്രദ്ധിച്ചാലും ചെറുതോ വലുതുമായ പാപങ്ങളിൽ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ മനസാക്ഷിയിലും സാത്താൻ ഒരു വലിയ കുറ്റബോധം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. നീ വലിയ ഭക്തനല്ലേ, എന്നിട്ടിപ്പോൾ എന്തു പറ്റി? നീ വലിയ ഭക്തയല്ലേ, എന്നിട്ടിപ്പോൾ എന്തു പറ്റി? ദാ കിടക്കുന്നു, ദൈവം ഇപ്പം നിന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? ഇങ്ങനെയുള്ള തെറ്റായ ബോധ്യങ്ങൾ സാത്താൻ തന്ന് ഒരു മനുഷ്യനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ യേശു പിതാവിൻ്റെ പക്കൽ ആ വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പറയുകയാണ്, പിതാവേ, അവനെ ശിക്ഷിക്കരുത്, കാരണം ഞാൻ അവന് വേണ്ടിയാണ് മരിച്ചത്, ഞാൻ അവന് വേണ്ടി കൂടിയാണ് എൻ്റെ ശരീരത്തിൽ അടിയേറ്റത്, അവനെ ശിക്ഷിക്കരുത്. അങ്ങനെ നമ്മുടെ മധ്യസ്ഥനായി മാറുന്ന കർത്താവിനെ നമ്മൾ കാണുകയാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. 4-മതായി, യേശു നമ്മുടെ കർത്താവാണ്. അത്ഭുതകരമായ ഒരു വചനമാണിത്. യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ആകയാൽ യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും.
നീ രക്ഷ പ്രാപിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിൽ പത്രോസിന്റെ മനോഹരമായ പ്രസംഗം കേൾക്കാം. അവിടെ പത്രോസ് ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ക്രിസ്തുവിനെ, യേശുവിനെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് നിങ്ങൾ അറിയട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ദൈവം കർത്താവാക്കി ഉയർത്തിയിരിക്കുന്നു, ക്രൈസ്റ്റാക്കി ഉയർത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഭരണം നടത്തുന്നവനാണ്, അവിടെ നിന്ന് ആധിപത്യം ഉള്ളവനാണ്. നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ്, അതായത് ഭരണം നടത്തുന്നവൻ, നമ്മെ ഭരിക്കുന്നവനാക്കി നാം അംഗീകരിക്കണം. നമ്മുടെ ഭരണകർത്താവായി നാം സ്വീകരിക്കണം. നാം നമ്മെ തന്നെ സമർപ്പിക്കണം. യേശുവെ, എന്നെ ഭരിക്കണമേ, എൻ്റെ കണ്ണുകളെ അവിടുന്ന് ഭരിക്കണമേ, എൻ്റെ കാതുകളെ അവിടുന്ന് ഭരിക്കണമേ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഭരിക്കണമേ, എൻ്റെ സംസാരത്തെ അവിടുന്ന് ഭരിക്കണമേ, എൻ്റെ ശരീരത്തെ അവിടുന്ന് ഭരിക്കണമേ, എൻ്റെ മോഹങ്ങളെ അവിടുന്ന് ഭരിക്കണമേ, എൻ്റെ ഇമോഷൻസിനെ അവിടുന്ന് ഭരിക്കണമേ, എൻ്റെ വികാര വിചാരങ്ങളെ ഭരിക്കണമേ, എൻ്റെ ഭാവി ഭൂതം വർത്തമാനം എല്ലാം അങ്ങയുടെ കരങ്ങളിൽ. എൻ്റെ കഴിഞ്ഞുപോയ നാളത്തെ മിസ്റ്റേക്കുകൾ, തെറ്റുകളെല്ലാം അവിടുത്തെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നു എന്ന് എനിക്കറിയാം. എൻ്റെ ഭാവി അങ്ങയുടെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഗവൺമെൻറ്റുകൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. നല്ല രാജാക്കന്മാർ, നല്ല പ്രധാനമന്ത്രിമാർ, നല്ല മുഖ്യമന്ത്രിമാർ ജനങ്ങൾക്ക് ക്ഷേമം കിട്ടാൻ വേണ്ടി, ജനങ്ങൾക്ക് നന്മ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ആ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. യേശു ക്രിസ്തു നമ്മുടെ കർത്താവാകുമ്പോൾ അവിടുന്ന് നമുക്ക് നല്ലത് കിട്ടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ഈ ഭരണകർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് നല്ലത് കിട്ടുന്ന പദ്ധതിയുമായിട്ടാണ് അവിടെ നിന്ന് കടന്നു വരുന്നത്. നമ്മെ അനുഗ്രഹിക്കുന്ന പദ്ധതിയുമായിട്ടാണ് അവിടെ നിന്ന് കടന്നു വരുന്നത്. ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഡോക്ടർ അപ്പു സിറിയക്ക്. അദ്ദേഹം സ്കൂളിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. 10-ാം ക്ലാസ്സിലൊക്കെ വളരെ നല്ല മാർക്കോടെ പാസ്സായി. എന്നാൽ അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അതായത് ഇന്നത്തെ +2 എന്ന് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ആഗ്രഹിച്ച മാർക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലൂടെ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അങ്ങനെ കർത്താവിന് തന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും പ്രീ ഡിഗ്രിക്ക് വിചാരിച്ച മാർക്ക് കിട്ടാതെ പോയപ്പോൾ, തൻ്റെ മുന്നോട്ടുള്ള ഭാവി തകർന്നു പോകുമല്ലോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം നിരാശനായി. അദ്ദേഹം അന്ന് ഒരു ധ്യാനം കൂടാൻ പോവുകയാണ്. ആ ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് പനിക്കൽ അച്ഛനാണ്. അച്ഛൻ നയിക്കുന്ന ആ ധ്യാനത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ആ ധ്യാനത്തിൻ്റെ ഇടയിൽ ഒരു സിസ്റ്ററിൻ്റെ പക്കൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുകയാണ്. ആ സിസ്റ്റർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പ്രത്യേക കൃപ കിട്ടിയ വ്യക്തിയായിരുന്നു. ദർശനങ്ങളും പ്രവചനങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു. സിസ്റ്റർ അപ്പുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ വിഷമിക്കണ്ട, കർത്താവ് എന്നെ ഒരു ദർശനം കാണിക്കുകയാണ്. നീ ഒരു വെള്ള കോട്ടുമിട്ട് കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പും തൂക്കി നിൽക്കുന്ന ഒരു ദർശനം പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. ഭാവി അറിയാവുന്ന ദൈവം എന്നെ കാണിക്കുകയാണ്. നിനക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്ന നിന്റെ കർത്താവ് ഈ ദർശനം എന്നെ കാണിക്കുകയാണ്. നിനക്കിപ്പോൾ അല്പം മാർക്ക് കുറഞ്ഞു പോയാലും ദൈവം ഇടപെടും. ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹം മടങ്ങി വരുന്നു. അടുത്ത കേരള എൻട്രൻസിൽ 200-ാമത്തെ റാങ്ക് വാങ്ങിച്ചുകൊണ്ട് ഉന്നതമായ റാങ്കോടുകൂടി ജനറൽ മെറിറ്റിൽ അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. അദ്ദേഹം ഒരു ഡോക്ടറായിത്തീരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല. അവിടെ നിന്ന് നമ്മുടെ കർത്താവാണെങ്കിൽ അവിടത്തേക്ക് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്ക് സഹനങ്ങളിൽ തകർന്നു പോകുമ്പോഴും യേശുവിൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയണം, യേശുവിൻ്റെ അധിപനാണെന്ന് ഏറ്റുപറയണം, അവിടത്തേക്ക് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെന്ന് ഏറ്റുപറയണം. അവിടെ നിന്ന് എൻ്റെ ജീവിതത്തെ മനോഹരമായി നയിച്ച് അക്കരെ കൊണ്ടുപോയി സുരക്ഷിതമായി എത്തിക്കുന്ന എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയണം. നമുക്ക് കണ്ണുകളടയ്ക്കാം. യേശുവേ, അങ്ങൻ്റെ ഹൃദയത്തിൻ്റെ കർത്താവാണ്, രാജാവാണ്, പ്രധാന പുരോഹിതനാണ്, അങ്ങൻ്റെ ഇടയനാണ്, അങ്ങ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. അങ്ങയുടെ 4 വിധത്തിലുള്ള ശുശ്രൂഷകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.